വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടരുന്നു. നാളെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാസംഗമം നടത്തി സമരം ശക്തമാക്കാൻ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ദൂരദർശൻ പ്രതിനിധി വിനയ തത്സമയം ചേരുകയാണ്. സമരം 10ാം ദിവസമാണ്. എന്താണ് ആശാവർക്കർമാർ ഇപ്പോൾ പറയുന്നത്? വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരം തുടരുക തന്നെയാണ്. ഇന്ന് 10ാം ദിവസമാണ് ഇവരുടെ സമരം ഇവിടെ നടക്കുന്നത്. ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, അതായത് ഓണറേറിയം 21,000 രൂപയായി ഉയർത്തുക, ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ആശമാരുടെ ഓണറേറിയത്തിന്റെ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രിയുമായി ഉൾപ്പെടെ നടത്തിയ ചർച്ചയിലൊന്നും തന്നെ ഒരു സമവായത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാനത്ത് മുഴുവനുമായിട്ടുള്ള ആശമാരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനം നടത്തി സമരം കൂടുതൽ ശക്തമാക്കാനായിട്ടാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സംസ്ഥാന അസോസിയേഷന്റെ സെക്രട്ടറി ബിന്ദു ഉണ്ട്. സമരം 10ാം ദിവസത്തിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? നമ്മളിവിടെ 10ാം തീയതി ഈ സമരം ആരംഭിക്കുമ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഡിമാൻഡുകളുണ്ട്. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതെല്ലാ മാസവും 5ാം തീയതിക്ക് മുമ്പ് കൃത്യമായി നൽകുക, ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, മുഴുവനായി പിൻവലിക്കുക, വിരമിക്കുന്ന ആശാ വർക്കർമാർക്ക് 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ അനുവദിക്കുക. ഈ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് 10ാം തീയതി ഞങ്ങൾ സമരം ആരംഭിച്ചത്. ഈ ഡിമാൻഡുകൾ എന്ന് നേടുന്നു അന്നേ ഞങ്ങൾ ഇവിടുന്ന് സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ സംഘടനയുടെ ശക്തമായ അഭിപ്രായം. ആ തീരുമാനവുമായിട്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. സമരത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ സമരം ചെയ്യുന്നവർക്ക് ഒരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, കക്ഷി രാഷ്ട്രീയമില്ല. അത് അധ്വാനിക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, അതൊരു കൂട്ടായ്മയുടെ രാഷ്ട്രീയമാണ്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക്, പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയം. സമരത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടം മാത്രമാണ് എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമരപന്തലിലേക്ക് എത്തും. പിന്നെ ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഉള്ളവരുമായി ചർച്ച നടത്തിയിട്ട് പോലും ഇതിലൊരു ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ 10ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇനിയും ഇത് തുടരാൻ തന്നെയാണോ, ഇത് ശക്തമാക്കാൻ തന്നെയാണോ തീരുമാനം? ആശാവർക്കർമാരുടെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഇവര് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ തീരുമാനത്തിലൊന്നും എത്താൻ കഴിഞ്ഞിരുന്നില്ല. 3 മാസത്തെ ഓണറേറിയം കുടിശ്ശിക ഇവർക്ക് ലഭിക്കാനുണ്ടായിരുന്നു. അതിൽ 2 മാസത്തെ കുടിശ്ശിക സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അത് നൽകാനുള്ള തീരുമാനമെടുക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും കൊണ്ടും തന്നെ ഈ സമരം നിർത്താൻ ഇവർ തയ്യാറായിട്ടില്ല. ഓണറേറിയം കൃത്യമായി ലഭ്യമാക്കുക, അതോടൊപ്പം തന്നെ ഇവരുന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളായിട്ടുള്ള ഈ ഓണറേറിയം നിലവിൽ കിട്ടിയിരിക്കുന്ന 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയായി ഉയർത്തുക, വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ നൽകുക, ഈ ഓണറേറിയം നൽകുന്നതിനായിട്ട് ഇവർക്ക് നിരവധി മാനദണ്ഡങ്ങൾ നിലവിൽ വെച്ചിട്ടുണ്ട്, അതിലെല്ലാം തന്നെ മാറ്റങ്ങൾ വരുത്തുക. ഈ ആവശ്യങ്ങളിൽ നിന്ന് ഒരു പിന്മാറ്റത്തിനും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. ഈ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇവരെ കുത്തിവിട്ടതാണ് എന്ന രീതിയിൽ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശവും ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്നും സമരവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അവകാശങ്ങൾ നേടിയെടുക്കുമെന്നും തന്നെയാണ് ഇവർ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാളെ സംസ്ഥാനത്ത് ആകെയുള്ള മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള ആശാവർക്കർമാരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരപന്തലിലേക്ക് എത്തിച്ച് ഒരു ശക്തി പ്രകടനം നടത്താനുള്ള തീരുമാനം. ശരി, വിനയ, വ്യക്തമാണ്. ഓണറേറിയം വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടരുകയാണ്. സീനിയർ കറസ്പോണ്ടന്റ് വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.